ഇത് ഏകദേശം ഞാനൊരു 3.5 കിലോ ഉള്ള ഒരു കാളാഞ്ചിയുടെ തലയാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ കറി വെച്ചതാണ്. ചെറിയൊരു ചട്ടിയായതുകൊണ്ടാണ് ഞാൻ അത് കഷ്ണങ്ങളാക്കി എടുത്തത്. പിന്നെ കൂടാണ്ട് കഷ്ണങ്ങളാക്കുവാണെങ്കിൽ നല്ലപോലെ മസാല ഇതുമെല്ലാം നല്ലപോലെ പിടിക്കുകയും ചെയ്യും. മീൻകറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടതിന് ശേഷം ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് കൂടി ഇടണം. പിന്നെ ഒരു 4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്. അതിനുശേഷം ഒരു ചെറിയ സവാള. എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിന്ന് ചെറിയ സവാള ഇട്ടത്. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ ചെറിയ ഉള്ളിയായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഇന്ന് എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനപ്പം സവാള ചേർത്തത്. അതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. നമ്മുടെ മസാല എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. മണം മാറിയിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചൂടാക്കിയ വെള്ളം, അത് ഞാൻ പുളിയുടെ ഇട്ടിട്ടാണ് അത് ചൂടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ്റെ തലക്കഷ്ണങ്ങൾ അതിട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ചുകൂടെ വെക്കാം. നമ്മുടെ മീൻ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഈ തിളച്ച് വരുന്ന ചാറ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് കോരി ഒഴിക്കണം. ഇതുപോലെ മൊത്തം കോരി ഒഴിക്കണം. അതിനുശേഷം ഏകദേശം ഒരു പിടിയോളം കറിവേപ്പില, ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൂടെ കറി തിളച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഇതിൻ്റെ എരിവും പുളിയും ഇതെല്ലാം നല്ല മീനിലേക്ക് നല്ലപോലെ ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട്.